അരനൂറ്റാണ്ടോളം ഇന്ത്യയുടെ ആകാശത്തെ അടക്കി ഭരിച്ച എയർ ഇന്ത്യയുടെ ബോയിങ് 747 വിമാനം. ആകാശത്തിൻ്റെ രാജ്ഞിയെന്ന് വിളിച്ചിരുന്ന ഈ വിമാനം മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അവസാനമായി പറന്നുയരുന്നത് കാണാൻ വൻ ജനക്കൂട്ടമാണ് കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിന് പരിസരത്ത് തടിച്ചുകൂടിയത്. ഈ ബോയിങ് വിമാനം 2021 സർവീസ് അവസാനിപ്പിച്ച് മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ വിമാനത്താവളത്തിൽ മാറ്റിയിട്ടിരിക്കുകയായിരുന്നു. ഒരു കാലത്ത് രാഷ്ട്രപതിമാർ, പ്രധാനമന്ത്രിമാർ തുടങ്ങിയവരുടെ രാജ്യാന്തര സർവീസുകൾ നടത്തിയിരുന്ന ബോയിങ് 747 മുംബൈയിൽ നിന്ന് അവസാന യാത്ര നടത്തിയപ്പോൾ പൈലറ്റുമാർ പരമ്പരാഗത ചടങ്ങായ വിംഗ് വേവ് നടത്തിയാണ് ആദരിച്ചത്. US പ്ലെയിൻ ഫീൽഡിലേക്കായിരുന്നു അവസാന യാത്ര. അവിടെ വെച്ച് വിമാനം പൊളിച്ച് യാത്രയാക്കും. കൂടുതൽ മികച്ച ജെറ്റുകൾ വന്നതോടെയാണ് ബോയിങ് 747 കാലഹരണപ്പെട്ടത്. തുടർന്ന് US ആസ്ഥാനമായ എയർസെയിൽ കമ്പനിക്ക് വിമാനം വിൽക്കുകയായിരുന്നു. അമേരിക്കയുടെ ബോയിങ് കമ്പനി നിർമ്മിക്കുന്ന വലുതും കൂറ്റൻ ചരക്കുകൾ കയറ്റാൻ പ്രാപ്തിയുള്ളതുമായ വിമാനങ്ങളാണ് ബോയിങ് 747. 1958 ഒക്ടോബറിൽ 707 വിമാനം അവതരിപ്പിച്ച ശേഷം പാൻ ആം എന്ന കമ്പനി അതിൻ്റെ വലിപ്പം ഇരട്ടിയാക്കിയാണ് ബോയിങ് 707ലേക്ക് കടന്നത്. മിക്ക ലോക നേതാക്കളും ഈ വിമാനത്തിൻ്റെ ഉപയോക്താക്കളായിരുന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷമാണ് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്ന ബോയിങ് B777 വിമാനത്തിലേക്ക് ഇന്ത്യ മാറിയത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവരുടെ യാത്രകൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ബോയിങ് 707 തുടർച്ചയായി US വരെ പറക്കാനാവും. പുതിയ വിമാനങ്ങൾ വാങ്ങിയതിന് പിന്നാലെയായിരുന്നു ആകാശറാണിയെ ആക്രിക്ക് വിറ്റത്. എയർ ഇന്ത്യയുടെ പക്കലുള്ള 2 ദീർഘദൂര ബോയിങ് 777 വിമാനങ്ങളിൽ മിസൈൽ പ്രതിരോധ സംവിധാനം ഘടിപ്പിക്കുന്നതോടെ US പ്രസിഡന്റ് ഔദ്യോഗിക വാഹനമായ എയർഫോഴ്സ് 1 തുല്യമാകും ഇത്.